പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങിയ സമയത്തൊക്കെ എന്താ സ്മൂത്ത്, ജസ്റ്റ് പൊളിച്ച് തൊടണ്ടല്ലേ, സ്ക്രീനിന്റെ അടുത്തെത്തണ്ട. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇതേപോലെ ആയിരിക്കും, അത്രയും സ്മൂത്ത് ആയിരിക്കും, അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. പറയാൻ ഒരു ഉമ്മ വെച്ച് പോകും, അത്രയും ഫാസ്റ്റ് ആയിരിക്കും അല്ലേ. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞു പോകും തോറും, മാസങ്ങൾ കഴിഞ്ഞു പോകും തോറും പോട്ടെ അങ്ങോട്ട് പോ ഓപ്പണായി. ഇനി അടുത്തത് ഇപ്പോൾ കീബോർഡ് വരണല്ലോ അല്ലേ. കീബോർഡ് വരട്ടെ എന്ന് ഇതുള്ളത് കൊണ്ടാണല്ലോ അല്ലേ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വന്നേ. സംഭവം സൊല്യൂഷൻ ഉണ്ട്. യെസ്, ഒന്നാമത്തേത് ഓട്ടോ ഒപ്റ്റിമൈസേഷൻ. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നതാണ്, മൊബൈൽ ഫോണിന് ആവശ്യമുള്ള ഒപ്റ്റിമൈസേഷൻ ഓപ്ഷൻസ് നമ്മൾ ചെയ്യാറില്ല. പലതും നമ്മൾ ക്ലിയർ കാണാറുണ്ട്, അതേപോലെ തന്നെ ഒപ്റ്റിമൈസേഷൻ ഓപ്ഷൻസ് കാണാറുണ്ട്. ഇതൊക്കെ എപ്പോഴെങ്കിലും മൊബൈൽ ഫോൺ വാങ്ങിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ചെയ്യുന്നല്ലാതെ പിന്നെ അതൊന്നും നമ്മൾ ചെയ്യാറില്ല. മൊബൈൽ ഫോണിലുള്ള ജങ്ക് ഫയൽസ്, ക്യാച്ച്ഡ് ഫയൽസ്, അതേപോലെ വേറെ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ, തേർഡ് പാർട്ടി ആപ്പുകളിൽ എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് അവർ തന്നെ അവർക്ക് വേണ്ടാത്ത ചപ്പും ചവറുകളൊക്കെ ഒഴിവാക്കുന്ന സംഭവമാണ് ഈ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക, ഇവിടെ സെർച്ച് ബാറിൽ ഡിവൈസ് കെയർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ താഴെയായിട്ട് വന്നായിട്ട് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 3 ലൈൻസ് ഉണ്ട്, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആനിമേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഓട്ടോ ഒപ്റ്റിമൈസ് ഡെയിലി എന്ന് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. എനാബിൾ അല്ല എന്നുണ്ടെങ്കിൽ എനാബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഏത് ടൈമിലാണ് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ഞാനിവിടെ ജസ്റ്റ് 6 AM കൊടുക്കുകയാണ്. കാരണം ആ ഒരു സമയത്ത് നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാത്ത ടൈമാണ്. ആ ഒരു സമയത്ത് പ്രോസസ്സിംഗ് നടന്നു കഴിഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. ഇങ്ങനെ ഏത് സമയത്താണോ വേണ്ടത് ആ ഒരു സമയം നിങ്ങൾ സെറ്റ് ചെയ്യുക, അതിനുശേഷം ഡൺ എന്ന് കൊടുക്കുക. MI ഫോണുകൾ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഡിവൈസ് കെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ അതിലുണ്ടാവില്ല. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ക്ലിയർ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ തന്നെ ഇവിടെ മുന്നിലായിട്ട് തന്നെ നൽകുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്തെടുക്കാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷനിൽ പോയിട്ട് ഇതേപോലെ തന്നെ വേറൊരു ഓപ്ഷനാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതെങ്ങനെ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക, അബൌട്ട് ഫോൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. വേർഷൻ എന്നുള്ളടത്ത് ഒരു 7 ടൈംസ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരെ ബാക്കോട്ട് വരിക. കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ അഡീഷണൽ സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വരിക, ഡെവലപ്പർ ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ടേൺ ഓൺ MIUI ഒപ്റ്റിമൈസേഷൻ എന്ന് കാണാൻ സാധിക്കും. അത് ഓഫ് ആണെന്നുണ്ടെങ്കിൽ അത് എനാബിൾ ചെയ്ത് കൊടുക്കുക. അടുത്തത് സെറ്റിംഗ്സിൽ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്ററി ആൻഡ് പെർഫോമൻസ് എന്ന് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുകളിലുള്ള സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ക്യാച്ച് വെൻ ഡിവൈസ് ഇൻ ലോക്ക്ഡ് എന്ന് കാണാൻ സാധിക്കും, അതിൽ നെവർ എന്നായിരിക്കും. അത് നിങ്ങൾക്ക് വേണ്ട ഒരു മിനിറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് 5 മിനിറ്റ്സ് ആണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണോ ലോക്ക് ആകുന്നത് ആ ലോക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലുള്ള ക്യാച്ച്ഡ് ഫയൽസ് എല്ലാം ക്ലിയർ ചെയ്യുന്നതാണ്. രണ്ടാമത്തേത് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിംഗ് ലിമിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്പുകൾ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് ഒരു ലിമിറ്റ്, ഇത്ര ആപ്പുകൾക്ക് മാത്രം പ്രോസസ്സറും റാംസും ഒക്കെ എടുത്താൽ മതി എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. താഴെയായിട്ട് നിങ്ങൾക്ക് അബൌട്ട് എന്ന് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെയായിട്ട് സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബിൽഡ് നമ്പർ എന്നുള്ളടത്ത് ഒന്ന് 7 ടൈംസ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ ഫോണിന്റെ പിൻകോഡ് ചോദിക്കും, എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നേരെ ബാക്കോട്ട് വരിക, ഒന്നുകൂടെ ബാക്ക് അടിക്കുക. ഇവിടെ താഴെയായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പുതിയതായിട്ട് വന്നാൽ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിംഗ് ലിമിറ്റ് എന്ന് കാണാൻ സാധിക്കും, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ലിമിറ്റ് ആണ് നിൽക്കുന്നത്, അതായത് എത്ര ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അതിന് വേണ്ട പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ എടുക്കും. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് 4 പ്രോസസ്സസ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റീസെന്റ് ആയിട്ട് ലാസ്റ്റ് യൂസ് ചെയ്യുള്ള 4 ആപ്ലിക്കേഷൻസ് ആയിരിക്കും അതിന്റെ പ്രോസസ്സിംഗും വർക്കുകളൊക്കെ നടക്കുക. ബാക്കിയുള്ളതെല്ലാം ഓഫ് ആയിട്ടായിരിക്കും കിടക്കുക. ഇനി പറയുന്ന സെറ്റിംഗ്സ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ഫാസ്റ്റിൽ മാറ്റം എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, എന്താ മാറ്റം തോന്നിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കാരണം ഉറപ്പാണ് എന്തായാലും മാറ്റം ഉണ്ടാവും. സാധാരണ മൊബൈൽ ഫോണുകളിലൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്ത് മൊബൈൽ ഫോണിൽ ചെയ്യുകയാണെങ്കിലും നല്ലൊരു യൂസർ ഫീൽ കിട്ടാൻ വേണ്ടി കമ്പനികൾ അതിലെ ആനിമേഷൻ സ്പീഡുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫാസ്റ്റ് കിട്ടും. കാരണം സ്ലോ ഒക്കെ ഉള്ള മൊബൈൽ ഫോൺ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്യാവശ്യം റാം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത്രയും ഡിലേസും അല്ലെങ്കിൽ ഈ ആനിമേഷൻ എടുക്കുന്ന പ്രോസസ്സറൊന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതൊന്ന് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് കിട്ടുകയും ചെയ്യും, നല്ല ഫാസ്റ്റ് ആയിട്ട് മൊബൈൽ ഫോൺ വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം നേരെ താഴോട്ട് വന്ന് ഡെവലപ്പർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ
ഇവിടെയായിട്ട് വിൻഡോ ആനിമേഷൻ സ്കെയിൽ, ട്രാൻസാക്ഷൻ ആനിമേഷൻ സ്കെയിൽ, അതുപോലെ ആനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആനിമേഷൻ സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് 1x ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് 0.5 എന്നുള്ള സെലക്ട് ചെയ്യാണ്. ഇങ്ങനെ 3 നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൻ്റെ ഫാസ്റ്റ് തന്നെ മൊത്തത്തിൽ മാറിയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ജസ്റ്റ് ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഏതൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ട്, ഒരു ആനിമേഷൻ സ്ലോ ഒന്നും ഇല്ലാതെ, ഡിലേ ഒന്നും ഇല്ലാതെ എല്ലാം ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അടുത്തത് നല്ല ഹൈ പെർഫോമൻസിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ ഡിഫോൾട്ട് ആയിട്ട് എടുക്കുന്നത് മീഡിയം പെർഫോമൻസ് ആയിരിക്കും. അതായത് CPU ഒക്കെ ഒരു 70% എടുക്കുകയുള്ളൂ. അതേപോലെ തന്നെ ബാറ്ററി, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കറക്റ്റായിട്ടുള്ള ഇതിൻ്റെ റിയൽ പെർഫോമൻസ് നമുക്ക് ലഭിക്കുന്നില്ല. നേരെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ സെർച്ച് ബാറിൽ പവർ സേവിംഗ് മോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുകളിലായിട്ട് ഇത് എനാബിൾഡ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഇവിടെ ലിമിറ്റ് CPU സ്പീഡ് ടു 70% എന്നുള്ളത് നേരെ ഡിസേബിൾ ചെയ്യുക. പിന്നെ പറയാൻ വിട്ടുപോയി, ഇത് സാംസങ് മൊബൈൽ ഫോണിലാണ് ഇൻബിൽഡ് സെറ്റിംഗ്സിൽ അങ്ങനെ ഒരു ഹൈ പെർഫോമൻസ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ വരുന്നത്. മറ്റുള്ള മൊബൈൽ ഫോണിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ബാറ്ററി സേവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ലോ ആണോ, മിഡിൽ ആണോ, അല്ലെങ്കിൽ ബെസ്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ MI ഫോണുകൾ, മറ്റുള്ള ഫോണുകളൊക്കെ ആണെങ്കിൽ അതിലൊന്ന് ചെക്ക് ചെയ്യാം. ഇത് നിങ്ങൾ എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. മടി പിടിച്ച് നിന്നിട്ടൊന്നും കാര്യമില്ല. ഞാൻ പലരും കണ്ടിട്ടുണ്ട്, മൊബൈൽ ഫോൺ എടുത്തു നോക്കുന്ന സമയത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നോ വന്നിട്ടുണ്ടാവും, പക്ഷെ അതിപ്പോഴും ചെയ്യാതെ വെച്ചിട്ടുണ്ടാവും. ഇതേപോലെ തന്നെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് വന്നാലും അതൊന്നും ചെയ്യില്ല. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1.5 GB ഉണ്ട്, 700 MB ഉണ്ട്, ഇന്നത്തെ നെറ്റ് ഫുൾ അങ്ങ് തീർന്നു പോകും, അത് പിന്നെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കുന്ന ഒരു പ്രവണത, അത് ശുദ്ധ മണ്ടത്തരാണ്. ഓരോ OS അപ്ഡേറ്റ് വരുന്ന സമയത്തും സിസ്റ്റം പെർഫോമൻസ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ സിസ്റ്റം ഒപ്റ്റിമൈസേഷൻ നിങ്ങൾക്ക് അവിടെ വായിച്ചാൽ തന്നെ അറിയാൻ പറ്റും. അതിലൊക്കെ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് കമ്പനി ഒരു അപ്ഡേറ്റ് കൊണ്ടുവരുന്നത്. അത് നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിന്റെ പെർഫോമൻസും ഫാസ്റ്റും തന്നെ ഇല്ലാതാവാം. അവസാനമായിട്ട് വേണമെങ്കിൽ ഇതും കൂടെ ഒന്ന് ചെയ്തോളൂ. നിങ്ങൾ വിഡ്ജറ്റ്സുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആൻഡ്രോയിഡ് യൂസേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് നന്നായിട്ട് അറിയാം, വിഡ്ജറ്റ്സുകൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ ഹോം പേജിൽ കൊണ്ട് ഇടുന്നത്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ ഒക്കെ വെറുതെ ചിലപ്പോൾ ചുമ്മാ ഒരു ഉപകാരം ഇല്ലെങ്കിലും ഒന്ന് കാണാലോ എന്ന് വിചാരിച്ച് വിഡ്ജറ്റ്സുകൾ ഇടുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പെർഫോമൻസ് കൂടാൻ സഹായിക്കും. യെസ്, ഇനി ബോണസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ലൈവ് വാൾപേപ്പേഴ്സ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നോർമൽ വാൾപേപ്പേഴ്സ് യൂസ് ചെയ്യാണ് ഏറ്റവും ബെറ്റർ. നിങ്ങൾ ഫോണിന് ഭംഗി കൂട്ടും തോറും, അല്ലെങ്കിൽ മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യും തോറും അത് നിങ്ങളുടെ ഫോൺ ഇങ്ങനെ ഹാങ് ആയിക്കൊണ്ടിരിക്കും. അതിനും എടുക്കുന്നുണ്ട് കുറച്ച് സ്ലോവും അതുപോലെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് നോർമൽ വാൾപേപ്പേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അത് ബ്ലാക്ക് വാൾപേപ്പേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബാറ്ററി പെർഫോമൻസും കൂടെ നിങ്ങൾക്ക് കൂടും. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പം തന്നെ പോയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങളുടെ മൊബൈൽ ഫോണിന് ഫീൽ ആവും. ഇനി ഇതൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റമില്ല മോനെ, എന്ത് ടിപ്പാടോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും വളരെ ഡേഞ്ചർ സിറ്റുവേഷനിലായിരിക്കും നിങ്ങളുടെ മൊബൈൽ ഫോൺ നിൽക്കുന്നത്. അപ്പോൾ വേറെ എന്തോ കാരണമാണ് എന്നുള്ളതാണ് അർത്ഥം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോൺ മൊത്തമായിട്ട് നിങ്ങൾ ഫാക്ടറി റീസെറ്റ് അങ്ങ് ചെയ്യുക. ഫാക്ടറി റീസെറ്റ് ചെയ്യുമ്പം ഒരു റിസ്ക് ഉണ്ട്, നിങ്ങളുടെ ഫയൽസൊക്കെ പോകുന്നത് നിങ്ങൾ ബാക്കപ്പ് ചെയ്ത് വെക്കുക. മെയിലിലേക്ക് ബാക്കപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടൊക്കെ ബാക്കപ്പ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽസൊക്കെ നിങ്ങൾ ഒരു മെമ്മറി കാർഡിലേക്കൊക്കെ മൂവ് ചെയ്ത് വെച്ചതിന് ശേഷം ഫാക്ടറി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു സൊല്യൂഷൻ വരും. എന്നിട്ടും റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വേറെ എന്തെങ്കിലും മേജർ ഇഷ്യൂസ് ആയിരിക്കാം. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഏതൊക്കെ ടിപ്സ് ആണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതെന്നും ഏതെല്ലാം സെറ്റിംഗ്സ് ആണ് നിങ്ങൾക്ക് മുന്നേ അറിയുമായിരുന്നോ, ഇതൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.